വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള ഇന്നത്തെ തിരച്ചിൽ അവസാനിപ്പിച്ചു. ഇന്നത്തെ തെരച്ചിലിൽ ഒരു തലയോട്ടി ഉൾപ്പെടെ 3 ശരീരഭാഗങ്ങളും ലഭിച്ചു. കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ ഒരു പൂർണ്ണ മൃതദേഹം ഉൾപ്പെടെ 3 ശരീരഭാഗങ്ങളുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. സർവ്വമത പ്രാർത്ഥനയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായത്. ഇനിയും 100-ലധികം മൃതദേഹങ്ങൾ കണ്ടെത്താനുണ്ട്. ഇന്ന് ലഭിച്ച ശരീരഭാഗങ്ങൾ DNA പരിശോധനയ്ക്കായി അയക്കും. ഇന്ന് ചാലിയാറിൽ നടത്തിയ തെരച്ചിലിൽ ഒരു തലയോട്ടി ഉൾപ്പെടെ ഒരു ശരീരഭാഗവും ലഭിച്ചു. കൂടാതെ ആനടിക്കാപ്പിലിൽ നിന്നും 2 ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട്. ശരീരഭാഗങ്ങൾ എയർലിഫ്റ്റ് ചെയ്ത് കൽപ്പറ്റയിലെത്തിച്ചു. നാളെ ചാലിയാർ, പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല എന്നിവിടങ്ങളിലും തെരച്ചിൽ നടത്തും. ദുരന്ത നിവാരണ അതോറിറ്റി നിയോഗിച്ച വിദഗ്ധ സംഘം ഉരുൾപൊട്ടൽ മേഖലയിൽ വിശദമായ പരിശോധന നടത്തുന്നതിനും ഈ പ്രദേശങ്ങൾ ജനവാസയോഗ്യമാണോ എന്നതിൽ ശുപാർശ നൽകുന്നതിന് മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ ജോൺ മത്തായിയുടെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘം സ്ഥലം സന്ദർശിക്കും. ദുരന്തബാധിതരെ മാറ്റിപ്പാർപ്പിക്കാനായി സർക്കാർ പരിഗണിക്കുന്ന ഭൂമിയും സംഘം പരിശോധിക്കും. ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടമായവർക്ക് അത് വീണ്ടും നൽകുന്നതിനായുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. സെന്റ് ജോസഫ് UP സ്കൂൾ, മൗണ്ട് താബോർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് നടക്കുന്നത്. വിവിധ വകുപ്പുകൾ, IT മിഷൻ, അക്ഷയ എന്നിവയെ ഏകോപിപ്പിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. കേരള വിഷൻ ന്യൂസ്, വയനാട്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ചൂരൽമല ശാഖയിലെ ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളി കേരള